الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. നമുക്കിന്ന് സൂറത്ത് ഹൂദിലെ 50-51 സൂക്തങ്ങൾ ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإلى عاد أخاهم هودا قال يا قوم اعبدوا الله ما لكم من إله غيره إن أنتم إلا مفترون. يا قوم لا أسألكم عليه أجرا إن أجري إلا على الذي فطرني أفلا تعقلون. وإلى عاد ആദ് വിഭാഗത്തിലേക്ക് നാം നിയോഗിച്ചു. അഖാഹും അവരുടെ സഹോദരൻ ഹൂദിനെ അവരുടെ സഹോദരനായ ഹൂദിനെ നാം അവരിലേക്ക് നിയോഗിച്ചു. ഖാല അദ്ദേഹം അവരോട് പറഞ്ഞു, യാ ഖൗമി എൻ്റെ ജനങ്ങളെ, ഉഅ്ബുദുല്ലാഹ് നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം. മാ ലക്കും നിങ്ങൾക്കില്ല മിൻ ഇലാഹിൻ ഒരു ദൈവവും ഗൈറുഹു അവനല്ലാതെ, ഇൻ അൻതും നിങ്ങളല്ല, ഇല്ലാ മുഫ്തറൂൻ കളവ് പറയുന്നവരല്ലാതെ, കൃത്രിമങ്ങൾ പറയുന്നവരല്ലാതെ. യാ ഖൗം എൻ്റെ ജനങ്ങളെ, ലാ അസ്അലുക്കും അലൈഹി അജ്റ ഈ ഒരു നിയോഗത്തിന്, ഈ ഒരു ദൗത്യത്തിന് ഞാൻ നിങ്ങളിൽ നിന്ന് കൂലി ചോദിക്കുന്നില്ല, പ്രതിഫലമൊന്നും ആവശ്യപ്പെടുന്നില്ല. ഇൻ അജ്രിയ എൻ്റെ പ്രതിഫലം അല്ല, ഇല്ലാ അലല്ലദീ ഫത്തറനി എന്നെ സൃഷ്ടിച്ചവൻ്റെ മേലല്ലാതെ, അവനല്ലാതെ എനിക്ക് പ്രതിഫലം നൽകുകയില്ല, അവൻ്റെ പ്രതിഫലമല്ലാതെ എനിക്ക് ആവശ്യവുമില്ല. അഫലാ തഅഖിലൂൻ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കുന്നില്ലേ? ഒന്നുകൂടെ അർത്ഥം പറയാം. ഇത് നമ്മൾ പഠിച്ച വാക്കുകൾ തന്നെയാണ് മുമ്പ്. ഇലാ ആദിൻ ആദിലേക്ക്, ആദ് എന്ന് പറഞ്ഞത് നൂഹ് നബി അലൈഹിസ്സലാമയുടെ ശേഷം ഉള്ള പ്രമുഖ സമുദായമായിരുന്നു. അവരിലേക്ക് നാം നിയോഗിച്ചു. അഖാഹും ഹൂദൻ അവരുടെ സഹോദരൻ ഹൂദിന് അലൈഹിസ്സലാം. ഖാല അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി എൻ്റെ ജനങ്ങളെ, ഉഅ്ബുദുല്ലാഹ് നിങ്ങൾ അല്ലാഹുവിനെ ആരാധിച്ച് ജീവിക്കണം, അവന് വഴിപ്പെട്ട് ജീവിക്കണം. മാലക്കും നിങ്ങൾക്കില്ല മിൻ ഇലാഹിൻ ഇലാഹ് വർഗത്തിൽപ്പെട്ട ഒന്നും, ഗൈറുഹു അവനല്ലാതെ ദൈവമെന്ന് പറയാൻ ആരുമില്ല. ഇൻ അൻതും നിങ്ങളല്ല, ഇല്ലാ മുഫ്തറൂൻ കളവ് പറയുന്നവരല്ലാതെ, കളവ് ആരോപിക്കുന്നവരല്ലാതെ മറ്റാരുമല്ല. നിങ്ങൾ ദൈവമല്ലാതെ, അല്ലാഹു അല്ലാതെ മറ്റു ദൈവങ്ങളുണ്ടെന്ന് പറയുന്ന നിങ്ങൾ പറയുന്നത് പൂർണ്ണമായും കളവാണ്. യാ ഖൗമി എൻ്റെ ജനങ്ങളെ, ലാ അസ്അലുക്കും അലൈഹി അജ്റാ അലൈഹി അതിൻ്റെ മേൽ, ഇതിൻ്റെ മേൽ ഈ ദൗത്യ നിർവഹണത്തിൻ്റെ മേൽ, അതിൻ്റെ പേരിൽ ഞാൻ നിങ്ങളുടെ അജ്ർ കൂലിയൊന്നും ചോദിക്കുന്നില്ല. ഇൻ അജ്രിയ ഇല്ല അലല്ലദീ ഫത്തറനി എന്നെ സൃഷ്ടിച്ചവൻ്റെ മേലല്ലാതെ എനിക്ക് പ്രതിഫലവുമില്ല. അഥവാ എനിക്ക് പ്രതിഫലം നൽകേണ്ട ഉത്തരവാദിത്തം അവൻ ഏറ്റെടുത്തിരിക്കുന്നു, അവൻ്റേത് മാത്രമാണ്. അഫലാ തഅഖിലൂൻ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ചില വാക്കുകളൊക്കെ നമ്മൾ പല വിധത്തിൽ മുമ്പ് കേട്ടതാണ്. ഉദാഹരണമായിട്ട് വൈലാ ആദിൻ അഖാഹും ഹൂദൻ യാ ഖൗമി ഉഅ്ബുദുല്ലാഹ് അള്ളാഹുവിനെ അല്ലാതെ നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത്. ഇതിപ്പോൾ നമ്മൾ ഈ സൂറയിൽ 26-ാമത്തെ ആയത്തിൽ നൂഹ് നബി അലൈഹിസ്സലാം പറയുന്നതായിട്ടും പഠിച്ചു. അല്ലാ തഅ്ബുദു ഇല്ലല്ലാഹ് അള്ളാഹുവിനല്ലാതെ ഇബാദത്ത് ചെയ്യരുത്. അള്ളാഹുവിന് വഴങ്ങി അള്ളാഹുവിന് സമർപ്പിച്ച് ജീവിക്കണം എന്നാണ്. ആരാധനാകർമ്മങ്ങൾ അള്ളാഹുവിന് മാത്രമായിരിക്കണമെന്നാണ്. കാരണം ഇത് പ്രത്യേകം എടുത്തു പറയുന്നതിൻ്റെ കാര്യം എന്താണ്? അവർ വിഗ്രഹങ്ങൾക്ക് പൂജ
കർമ്മങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്, വിഗ്രഹങ്ങളുടെ മുമ്പിൽ ആരാധനാ കർമ്മങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെയൊന്നുമല്ല നിങ്ങൾ വണങ്ങേണ്ടത്, അവർക്കൊന്നുമല്ല നിങ്ങൾ വഴിപ്പെടേണ്ടത്. നിങ്ങൾ ഏകനായി അള്ളാഹുവിന് മാത്രം വഴിപ്പെടണം. വൈല അഹാഹും ഹൂദൻ ഖാല യാ ഖൗമി ഉഅ്ബുദുല്ലാഹ്. എല്ലാ പ്രവാചകന്മാരുടെയും മുഖ്യ സന്ദേശം, പ്രഥമമായ സന്ദേശം, ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ അവർ വിളിച്ചത് അള്ളാഹുവിനുള്ള ഇബാദത്തിലേക്കാണ്. ഇത് നമ്മൾ സൂറത്തു നഹലിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. വലഖദ് ബഅസ്ന 36-ാമത്തെ ആയത്തിൽ, സൂറത്തു നഹലിലെ 36-ാമത്തെ ആയത്തിൽ വലഖദ് ബഅസ്ന ഫീ കുല്ലി ഉമ്മത്തിർ റസൂലൻ, എല്ലാ സമുദായത്തിലും നമ്മൾ ദൂതന്മാരെ അയച്ചിട്ടുണ്ട്, നിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അനിഅ്ബുദുല്ലാഹ്, എന്താണ് അവരുടെ ദൗത്യം, എന്താണ് അവരുടെ എന്താണ് അവർ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്? അനിഅ്ബുദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കണം എന്നതാണ്. അനിഅ്ബുദുല്ലാഹ്, അള്ളാഹുവിന് ഇബാദത്ത്, അള്ളാഹുവിനെ മാത്രം, അള്ളാഹുവിന് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കൂടാൻ പറ്റില്ല, അള്ളാഹുവിന് മാത്രം വഴിപ്പെട്ട് അവനെ വണങ്ങി, അവന് വഴങ്ങി, അവനൊതുങ്ങി, അവനെ ആരാധിച്ച്, അവനനുസരിച്ച് ജീവിക്കണം. എന്നുവെച്ചാൽ നമ്മുടെ ജീവിതം അള്ളാഹുവിൻ്റെ പ്രീതിക്ക് മുൻഗണന കൊടുത്തുകൊണ്ടുള്ളതായിരിക്കണം. വജ്തനിബുത്വാഖുത്, അതോടൊപ്പം പൈശാചിക ദുശക്തികളെ, ദൈവേതര ദുശക്തികളെ അത് നിങ്ങൾ വെടിയുകയും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട്, എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ സമുദായത്തിലും നമ്മൾ ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് സൂറത്തു നഹലിലെ 36-ാമത്തെ ആയത്തിൽ. അപ്പോൾ ദൂതന്മാരെല്ലാവരും പ്രബോധനം ചെയ്തതിൻ്റെ ഒന്നാമത്തെ കാര്യം ഉഅ്ബുദുല്ലാഹ്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം. അപ്പോൾ ജീവിതം അള്ളാഹുവിൻ്റെ ഇബാദത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ടതാണ്. അഥവാ നമ്മുടെ ജീവിതം അള്ളാഹ്ക്കുള്ള ഇബാദത്താവണം. നമ്മൾ ചെയ്യുന്ന ചെറുതും വലുതുമായി ഇടപഴകുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹ്ക്ക് തൃപ്തിയുള്ളതാണോ അല്ലേ, അത് പരിഗണിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ നിലപാട് സ്വീകരിക്കേണ്ടത്. അനിഅ്ബുദുല്ലാഹ്, അതാണ് എല്ലാ ദൂതന്മാരും പറഞ്ഞത്. ഹൂദ് നബി അലൈഹിസ്സലാമയും അത് തന്നെയാണ് അവരോട് പറഞ്ഞത്. യാ ഖൗമി ഉഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, അവനല്ലാതെ ഇലാഹില്ല. മിൻ ഇലാഹിൻ, ഇലാഹിൽ നിന്നുള്ളതൊന്നുമില്ല. അഥവാ ദൈവമാകാൻ പറ്റുന്ന, ദൈവമാകേണ്ട മറ്റൊന്നും അള്ളാഹു അല്ലാതെ ഇല്ല. അള്ളാഹുവേ ദൈവമുള്ളൂ എന്ന് പറയുന്നതിന് പകരം അള്ളാഹു അല്ലാതെ ഇല്ല എന്ന് പറയുമ്പോൾ അതിനൊന്നുകൂടെ ഊന്നൽ ശക്തിയുണ്ട്. അള്ളാഹുവാണ് ഇലാഹ് എന്ന് പറയുന്നതിന് മാത്രം അള്ളാഹു അല്ലാതെ ഇലാഹില്ല. അങ്ങനെയുള്ള നമ്മൾ കലിമത്ത് തൗഹീദ് പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവാണ് ഇലാഹ് എന്ന് പറയുന്നതിനേക്കാൾ അർത്ഥത്തിന് ശക്തിയുള്ള പ്രയോഗമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതാണ് പ്രവാചകന്മാരെല്ലാവരും തൻ്റെ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഹൂദ് നബി അലൈഹി സ്വലാമയും അത് തന്നെയാണ്. ഇൻ അൻതും ഇല്ലാ മുഫ്തറുൻ, പിന്നെ നിങ്ങൾ പറയുന്ന കൃത്രിമങ്ങളെല്ലാം, നിങ്ങൾ ആരോപിക്കുന്ന കൃത്രിമ ദൈവങ്ങളെല്ലാം ഇഫ്തിറാണ്, കളവായി, കൃത്രിമമായി, കള്ളത്തരമായി നിങ്ങൾ സൃഷ്ടിച്ചുണ്ടാക്കിയത്. എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അവയുടെ മേൽ നിങ്ങൾ ആരോപിച്ചത് ദൈവകോപം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദൈവകോപം ഇല്ലാതിരിക്കാൻ ഈ പ്രതിമകളുടെ, ഈ ബിംബങ്ങളുടെ മുമ്പിൽ ആരാധനകൾ അർപ്പിക്കുക, അവയോട് പ്രാർത്ഥിക്കുക, അവരുടെ മുമ്പിൽ സുജൂദ് ചെയ്യുക, അവർക്ക് പൂജകൾ നടത്തുക, അവരുടെ പ്രീതി നേടാൻ വേണ്ടി നേർച്ചകൾ ഉണ്ടാക്കുക, ഇതൊന്നും അല്ലാഹു തആല നിശ്ചയിച്ചതല്ല. അല്ലാഹു തആല നിശ്ചയിച്ചത് അവൻ മാത്രമാണ് ഏകനായ ആരാധ്യൻ, അവൻ മാത്രമാണ് ഏകനായ ഇലാഹ്, അവനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് നിങ്ങൾ ജീവിക്കണം എന്നുള്ളതാണ്. ഇൻ അൻതും ഇല്ലാ മുഫ്തറുൻ, അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഇതൊക്കെ ബാക്കി മുഴുവനും കൃത്രിമങ്ങളാകുന്നു. ഇഫ്തറ എന്നുള്ളതിനുണ്ടായതാണ്, അതിൻ്റെ കർത്തൃനാമമാണ് മുഫ്തരിൻ. മുഫ്തരിൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് മുഫ്തറൂൻ. ഇൻ അൻതും, നിങ്ങളല്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇൻ എന്നുള്ള വാക്ക് ചിലപ്പോൾ ഇന്ന, തീർച്ചയായും എന്നുള്ള അർത്ഥത്തിന് വരും, ചിലപ്പോൾ നിബന്ധന. അങ്ങനെയാണെങ്കിൽ ഇൻ ഫഅൽതും ഹാദാ, നിങ്ങൾ അങ്ങനെ ചെയ്താൽ അത് വരും. ചിലപ്പോൾ ഇവിടെ പറഞ്ഞ മാതിരി നിഷേധാർത്ഥത്തിൽ ഇൻ അൻതും, നിങ്ങളല്ല, ഇല്ലാ മുഫ്തറൂൻ, കളവ് പറയുന്നവരല്ലാതെ, അല്ലെങ്കിൽ കൃത്രിമം ആരോപിക്കുന്നവരല്ലാതെ. യാ ഖൗമി, എൻ്റെ ജനങ്ങളെ, ലാ അസ്അലുക്കും അലൈഹി അജ്റ, ഞാൻ നിങ്ങളോട് ഒരു പ്രതിഫലവും ചോദിക്കുന്നില്ല. അതും നമ്മൾ പല പ്രാവശ്യം വിശദീകരിച്ചിട്ടുള്ളതാണ്. അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ മനുഷ്യരിൽ നിന്നുള്ള പ്രതിഫലം കൊതിച്ചുകൂടാ, അത് ആഗ്രഹിച്ചുകൊണ്ട്, അത് ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൂടാ. പ്രവാചകന്മാരാരും അങ്ങനെ ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ചിട്ടില്ല. അവരാരും ആരോടും ഒരു കൂലിയും വാങ്ങിച്ചിട്ടുമില്ല.
നമുക്കും അതിൽ വലിയ പാഠമുണ്ട്. അത് നമ്മൾ പലവട്ടം പറഞ്ഞതാണ്. യാ ഖൗമി, എൻ്റെ ജനങ്ങളെ, ലാ അസ്അലുക്കും അലൈഹി അജ്റ, നിങ്ങളോട് ഞാൻ ഒരു പ്രതിഫലവും ചോദിക്കുന്നില്ല. ഇൻ അജ്രിയ ഇല്ലാ അലല്ലദി ഫത്വറനി, എൻ്റെ പ്രതിഫലം എന്നെ ഫിത്തുറത്തിൽ പടച്ചവനല്ലാതെ മറ്റാരും നൽകുകയില്ല. അവൻ്റെ മേലല്ലാതെ അതിൻ്റെ ബാധ്യതയില്ല. വേറെ ആരും ഒരു കൂലിയും എനിക്ക് തരേണ്ടതില്ല, ഞാനത് ആവശ്യപ്പെടുന്നില്ല. എന്നെ സൃഷ്ടിച്ചവനായ അള്ളാഹു. ഫത്വറ ഖലഖ എന്നുള്ള അർത്ഥമാണ് ഫത്വറ, സൃഷ്ടിക്കുക. പക്ഷേ വെറും ഖലഖ എന്നാൽ കേവലമായ സൃഷ്ടിക്കല്ല. ഓരോന്നിനും ആവശ്യമായ സൗകര്യങ്ങളോടെ, ഓരോന്നിനും ഉണ്ടാവേണ്ട പ്രകൃതിയോടെ പടക്കുക. മനുഷ്യന്മാർക്ക് മനുഷ്യൻ്റെ ഒരു പ്രകൃതി ഉണ്ടാകും, മണ്ണിന് മണ്ണിൻ്റെ ഒരു പ്രകൃതമുണ്ടാകും, ഓരോ ജീവിക്കും അതാതിൻ്റെ പ്രകൃതമുണ്ടാകും. ആണുങ്ങൾക്ക് ആണുങ്ങളുടെ ഒരു പ്രകൃതം ഉണ്ടാവണം, പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെ പ്രകൃതം ഉണ്ടാവണം. അവരാണുങ്ങളുടെ പ്രകൃതത്തിലേക്ക് വരാൻ പാടില്ല. ആണുങ്ങൾക്ക് ആണുങ്ങളുടെ ഒരു പ്രകൃതം ഉണ്ടാകും, പൗരുഷമുണ്ടാകും. അത് ഓരോ ജീവികൾക്കുമുണ്ട്. അതിനാണ് ഫിത്റത്ത്. ആകാശത്തിന് ആകാശത്തിൻ്റെ ഒരു പ്രകൃതം ഉണ്ടാകണം, മഴയ്ക്ക് മഴയുടെ ഒരു പ്രകൃതം ഉണ്ടാകണം, വെള്ളത്തിന് വെള്ളത്തിൻ്റെ ഒരു പ്രകൃതവും ദൗത്യവും ഉണ്ടാകണം. അപ്പോഴേ ഈ പ്രപഞ്ചത്തിലെ ജീവിതം സാധ്യമാവുകയുള്ളൂ. അങ്ങനെ ഓരോന്നിനും ആവശ്യമായ പ്രകൃതി നൽകിയ, നമ്മൾ പറയില്ല വജ്ജഹത്തു വജ്ഹിയ ലില്ലദി ഫത്വറ സമാവാതി വൽ അർദ, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച. അങ്ങനെ സൃഷ്ടിച്ചാന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അതിന് ഖലഖ എന്നാ പറയുക. ഓരോന്നിനും ആവശ്യമായ പ്രാധാന്യവും അതിൻ്റെ സ്വഭാവവും അതിൻ്റെ ദൗത്യവും നിർവഹിക്കുന്നതിനാവശ്യമായ എല്ലാ പ്രകൃതത്തോടും കൂടി പടച്ചവൻ, അതാണ് ഫത്വറ എന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ള ഒരു ഇലാഹല്ലാതെ എനിക്ക് പ്രതിഫലം നൽകുകയില്ല. ഇത് നമ്മൾ നൂഹ് നബി അലൈഹി സ്വലാം പറഞ്ഞതായിട്ട് ഈ സൂറയിൽ തന്നെ 29-ാമത്തെ ആയത്തിൽ കഴിഞ്ഞ പേജിൻ്റെ മുകളിൽ 225-ാമത്തെ പേജിൽ യാ ഖൗമി ലാ അസ്അലുക്കും അലൈഹി മാല, ഞാൻ നിങ്ങളോട് പണം ചോദിക്കണില്ലല്ലോ. ഇൻ അജ്രിയ ഇല്ലാ അലല്ലാ, എനിക്കുള്ള പ്രതിഫലം അള്ളാഹുവിൻ്റെ മേലല്ലാതെ ഇല്ലല്ലോ എന്ന് 29-ാമത്തെ ആയത്തിൽ നൂഹ് നബി അലൈഹി സ്വലാം പറഞ്ഞതായിട്ട്. അതിൻ്റെ മുമ്പ് നമ്മൾ എല്ലാ പ്രവാചകന്മാരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യണം. ഈ കാര്യം നിങ്ങളെ പഠിപ്പിക്കുന്നതിന്, നിങ്ങളോട് പ്രഖ്യാപിക്കുന്നതിന്, നിങ്ങളെ അറിയിക്കുന്നതിന്, നിങ്ങളോട് പ്രബോധനം ചെയ്യുന്നതിന് എനിക്ക് പ്രതിഫലമൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല. എനിക്ക് പ്രതിഫലം നൽകുക അള്ളാഹു മാത്രമാകുന്നു. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം. സൂറത്ത് യാസീനിലും നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, വളരിബ് ലഹും മസലൻ, വളരിബ് ലഹും എങ്ങനെയാണ് എൻ്റെ മസലൻ മസല അസ്ഹാബിൽ ഖറിയത്തി അല്ലേ, പറഞ്ഞുകൊണ്ട് സൂറത്ത് പെട്ടെന്ന് മനസ്സിൽ വരുന്നില്ല. വളരിബ് ലഹും സൂറ 36, ഒരു മിനിറ്റ്, മനസ്സിൽ പെട്ടെന്ന് ചില വാചകങ്ങൾ കിട്ടൂലല്ലോ. വളരിബ് ലഹും മസലൻ അസ്ഹാബൽ ഖറിയ ഇത് ജാഅഹൽ മുർസലൂൻ. അതാണ് അതിലിങ്ങനെ പറഞ്ഞ അവസാനം പറയുന്നത് ഇത്തബിഉ മല്ലാ യസ്അലുക്കും അജ്റൻ വഹും മുഹ്തദൂൻ. കണ്ട, ഒരു ദൗത്യ നിർവഹണം, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾക്കുണ്ടാവേണ്ട 2 യോഗ്യതയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മളാണെങ്കിൽ നമുക്കും ആ യോഗ്യത ഉണ്ടായിരിക്കണം. ഒന്ന്, സ്വയം നല്ലവരാകണം, സ്വയം ഉത്തമരായി മുഹ്തദാവണം. രണ്ടാമത്, ഇതിന് ഭൗതികമായ കൂലി ആഗ്രഹിക്കാൻ പാടില്ല, ഭൗതികമായ നേട്ടം ആഗ്രഹിക്കാൻ പാടില്ല. അല്ലാഹു തആല അതിനുള്ള ഭൗതികമായ സൗകര്യങ്ങളും അതിൻ്റെ പ്രതികരണങ്ങളൊക്കെ അള്ളയാണ് തരിക. ആളുകളിൽ നിന്ന് കൂലി കിട്ടാൻ വേണ്ടിയിട്ട്, ആളുകളിൽ നിന്ന് പ്രശസ്തി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പാടില്ല. അതാണ് അല്ലാഹു തആല നൽകും. അത് ചിലപ്പോൾ ഭൗതികമായ അർത്ഥത്തിലുള്ള പ്രചരണവും പ്രശസ്തിയും ഒക്കെ ഉണ്ടാകും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദുനിയാവിൽ എത്ര പേരും വരുമയുണ്ട്. ഇന്ന് ലോകത്തിൽ അത്ര അധികം പരാമർശിക്കപ്പെടുന്ന ഒരു വ്യക്തിയുണ്ടോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്ര ലോകത്ത് പറയപ്പെടുന്ന ഒരു വ്യക്തിയില്ലല്ലോ. അത്ര ആദരണീയനായ ഒരു വ്യക്തി വേറെയില്ല. പക്ഷേ അദ്ദേഹം പ്രബോധനം ചെയ്യുന്നതിന് ഈ വക ഒന്നും റിയാ, മറ്റുള്ളവർ അറിയണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടില്ല. അങ്ങനെ തന്നെ ആയിരിക്കണം. ബാക്കി അല്ലാഹു തആല നൽകും. യാ ഖൗമി ലാ അസ്അലുക്കും അലൈഹി ഉജ്റത്ത് എന്നൊക്കെ പറഞ്ഞാൽ കൂലിന്ന. ടാക്സിമലൊക്കെ ഉജ്റ എഴുതിയൊക്കെ ഉണ്ടല്ലോ അറബ് നാട്ടിലൊക്കെ. ഇൻ അജ്രിയ ഇല്ലാ അലല്ലദി ഫത്വറനി, എനിക്ക് ഫിത്റത്ത് നൽകിയ, എന്നെ സൃഷ്ടിച്ച,
ഒറ്റവാക്കിൽ നമ്മൾ സൃഷ്ടിച്ച എന്ന് പറയുമെങ്കിലും കേവലമായ സൃഷ്ടിപ്പല്ല, ഓരോന്നിൻ്റെയും പ്രകൃതത്തോടു കൂടി സൃഷ്ടിച്ച അവനിൽ നിന്നല്ലാതെ എനിക്ക് പ്രതിഫലവുമില്ല. അഫലാ തഅഖിലൂൻ, അഖൽ ഉപയോഗിക്കണില്ലേ, നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കുന്നില്ലേ? നമ്മൾ അള്ളാഹു നമുക്ക് നൽകിയ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അവന് മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിച്ച് ഭരിക്കാൻ നമുക്കെല്ലാവർക്കും അവൻ തൗഫീഖ് നൽകുമാറാവട്ടെ. പുതിയ തലമുറ ദീനിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണോ എന്ന് തോന്നും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ മക്കൾക്കും മരുമക്കൾക്കും പേരക്കുട്ടികൾക്കുമൊക്കെ ശരിയായ വഴി ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا وزدنا علما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.